എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ഫെനലോപ്സിസ് ഓർക്കിഡ് ഗ്രോവിങ് സീരീസിൻ്റെ സെക്കൻഡ് എപ്പിസോഡിലാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് എപ്പിസോഡ് കണ്ടപ്പോൾ തന്നെ ഒരുപാട് പേര് കമൻറ്റ് ഇട്ടിട്ട് ഒത്തിരി സന്തോഷമായി എനിക്ക്. അപ്പോൾ നിങ്ങളിങ്ങനെ കമൻറ്റ് ഇടുമ്പോഴാണ് ശരിക്കും എനിക്കൊരു എനർജി വരുന്നത്. അപ്പം കഴിഞ്ഞ ദിവസം വീഡിയോ ഒന്ന് ഡിലേ ആയിട്ടുണ്ടായിരുന്നു. ഓണമൊക്കെ ആയിട്ട് നമ്മൾ ആ ട്രിപ്പൊക്കെ പോയതിൻ്റെ ഒരു ഡിലേ ആയി, കുറച്ച് തിരക്കായിപ്പോയി വന്നപ്പോഴത്തേക്കും. അപ്പോൾ നമ്മളിന്ന് നമ്മളന്ന് നട്ട ഫെനലോപ്സിസ് ഓർക്കിഡ്സ് 2-3 ടൈപ്പ് ഓർക്കിഡ്സ് നമ്മൾ നട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു ഓർക്കിഡ്സിൽ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന ഫെർട്ടിലൈസർ കെയർ എന്തൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ 2 ടൈപ്പ് ഫെർട്ടിലൈസർ കാണിക്കുന്നുണ്ട്. കാരണം ഓരോരുത്തർക്ക് ചിലർക്ക് ഓർഗാനിക്കാണ് ഇഷ്ടം, ചിലർക്ക് കെമിക്കലാണ് ഇഷ്ടം. അപ്പം രണ്ടും യൂസ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാം. അത് രണ്ടും ഏതൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും എന്നാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുള്ളായിട്ട് തന്നെ വാച്ച് ചെയ്യുക. ഞാൻ നിങ്ങളുടെ സ്വന്തം അശ്മി സുൽത്താന. എൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണ്, യൂസ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിൽ ചെറിയ ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ സൈഡിൽ ചെറിയ ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് ഇടുമ്പോഴൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ കമൻറ്റ് ചെയ്യുന്നവരെയും മറക്കണ്ട. നിങ്ങൾ കമൻറ്റ് ചെയ്താലേ എനിക്ക് പുതിയ കണ്ടൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ, വീഡിയോ ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ. പിന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടുകൂടെ നമ്മൾ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്തൂടെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിന്ന് ഈ ഫെനലോപ്സിസിൻ്റെ ഓർക്കിഡ്സ് ഇനി നമ്മൾ കൊടുക്കാൻ പോകുന്ന ഫെർട്ടിലൈസർ ഏതാണെന്ന് നോക്കാം. അതിൽ കെയറിങ് എന്തൊക്കെയാണെന്ന് കാണാം. അപ്പോൾ നമ്മളിന്ന് കൊടുക്കാൻ പോകുന്ന 2 ടൈപ്പ് ഫെർട്ടിലൈസർ, ഒന്ന് കെമിക്കൽ, ഒന്ന് ഓർഗാനിക്. അത് ഏതൊക്കെയാണെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് ഞാൻ നേരത്തെയൊക്കെ വീഡിയോസ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഫെനലോപ്സിസ് ഓർക്കിഡ്സ് എല്ലാവർക്കും വളർത്തുമ്പോൾ ഭയങ്കര പേടിയാണ്, കൺഫ്യൂഷനാണ്, കേടായി പോകുന്നൊക്കെ പേടിയാണ്. പക്ഷേ വളരെ ഈസി ആയിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു വെറൈറ്റി ഓർക്കിഡാണിത്. നമുക്ക് വലിയ കെയറിങ് കൊടുക്കുമ്പോഴാണ് അതിന് പ്രശ്നം ഉണ്ടാകുന്നത്. അധികം കെയറിങ്ങിനൊന്നും പോകില്ല, അതിനെ അതിൻ്റെ വഴിക്കൊണ്ട് വിടാമെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ഈ പ്ലാന്റ് വളരും. അപ്പം ഞാൻ ചെയ്യാറുള്ള രീതികളൊക്കെ കാണിക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഏറ്റവും സേഫ് ഫെനലോപ്സിസിന് എപ്പോഴും കൊടുക്കാൻ ഏറ്റവും സേഫ് എന്ന് പറഞ്ഞാൽ കെമിക്കൽ ഫെർട്ടിലൈസറാണ്. പക്ഷേ ഓർഗാനിക് കൊടുത്താൽ ഭയങ്കര ഡബിൾ ഗ്രോത്താണ് കെമിക്കലിനേക്കാളും. പക്ഷേ നമ്മൾ മഴക്കാലം ആകുമ്പോൾ, ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, മഴക്കാലം ആകുമ്പോൾ നിങ്ങൾ കെമിക്കൽ യൂസ് ചെയ്യുക. വേനൽക്കാലം ആകുമ്പോഴത്തേക്കും നമ്മൾ ജൈവവളങ്ങൾ ഉപയോഗിക്കുക. അപ്പം മഴയുള്ള ദിവസം നോക്കിയിട്ട് കെമിക്കൽ കൊടുക്കുക. മഴയില്ലാത്ത ദിവസമാണ് എന്നുണ്ടെങ്കിൽ അന്ന് നമുക്ക് ജൈവവളം കൊടുക്കാം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് മാസത്തിൽ ഒരു 5 ദിവസം കൂടുമ്പോൾ നമുക്ക് ഒരു ഫെർട്ടിലൈസർ കൊടുക്കാനായിട്ട് പറ്റും പ്ലാന്റിൽ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പോട്ട് ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ 1 വീക്ക് കഴിഞ്ഞ് ഞാൻ ഫെർട്ടിലൈസർ ഒന്നും കൊടുത്തില്ല. ഓണമൊക്കെ അല്ലായിരുന്നു. അപ്പോഴത്തേക്കും ടൂറും കാര്യങ്ങളൊക്കെ ആയപ്പോഴത്തേക്കും നമുക്ക് കൊടുക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ഞാൻ ഇന്ന് കൊടുക്കാൻ പോകുന്നത് 30-10-10 എന്ന് പറയുന്ന NPKയുടെ നൈട്രജൻ കൂടുതലുള്ള വളമാണ് കൊടുക്കാൻ പോകുന്നത്. ഇപ്പോൾ കൊടുക്കുന്നത് ഒരു 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിലാണ് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. പിന്നെ നമ്മൾ ഈ ഒരു ഫെർട്ടിലൈസർ യൂസ് ചെയ്യുന്ന സമയത്ത് ഇതിനോടൊപ്പം തന്നെ ഞാനൊരു വെറ്റിംഗ് ഏജൻ്റായിട്ടുള്ള ടാഗ് ഹെൽപ്പറും കൂടെ നമ്മളിതിനകത്ത് കൊടുക്കുന്നുണ്ട്. അത് ഒരു 2 ml. അപ്പോൾ 5 ഗ്രാം NPK 30-10-10 1 ലിറ്ററിനാണ് എടുക്കുന്നത്. അതിൽ തന്നെ 2 ml നമ്മൾ ടാഗ് ഫോൾഡർ, അത് ഏതെങ്കിലും ഒരു വെറ്റിംഗ് ഏജൻറ്റും കൂടി എടുത്താൽ ലീഫിൽ നമ്മുടെ ഈ ഒരു ഫെർട്ടിലൈസർ പറ്റി പിടിച്ചിരിക്കും, ഒഴുകി പോകത്തില്ല വെള്ളം ഒഴിക്കുന്ന സമയത്ത്. അപ്പോൾ അതിനാണ് ഇത് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന കെമിക്കൽ ഫെർട്ടിലൈസറാണിത്. ഇനി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഓർഗാനിക് ഫെർട്ടിലൈസർ എന്ന് പറയുന്നത് നമ്മളുടെ ചാണകത്തിൻ്റെ തെളിയാണ്. ഇപ്പോൾ ചാണകം കലക്കി നിങ്ങളൊരു ബക്കറ്റിൽ അടച്ച് സൂക്ഷിക്കാമെന്നുണ്ടെങ്കിൽ ആ ഒരു വെള്ളം ഒരു മഗ് എടുത്തിട്ട്, അത് ഒരു മഗ്ഗാണ് എടുക്കുന്നതെങ്കിൽ ആ ഒരു മഗ്ഗിന് 4 ഇരട്ടി വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്ക് പ്ലാന്റ്സിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കെമിക്കൽ കൊടുക്കേണ്ട, ജൈവവളം മതിയെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചാണകത്തിൻ്റെ തെളി കൊടുക്കാം. ഇതിൽ നൈട്രജൻ്റെ ഭയങ്കര ഒരു സോഴ്സാണ് ഈ ഒരു ചാണകം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മളിന്ന് കാണിക്കുന്നത്. ഞാൻ നേരത്തെ ഇതൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ശരിക്കും ഒരു ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള വീഡിയോസാണ് ഈ ഒരു എപ്പിസോഡ് വീഡിയോസ് വരുന്നത്. ഇതിൽ തന്നെ നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളും ഉണ്ടാവും, അറിയുന്ന കാര്യവും ഉണ്ടാവും. അപ്പം അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ശരിക്കും ഈ ഒരു എപ്പിസോഡ്. കാരണം ഒരുപാട് പേര് ഇവിടെ വരുന്നവരായാലും ഒക്കെ കോൾ ചെയ്യുന്നവരും ഒക്കെ എന്നോട് പറയുന്നത് ഫെനലോപ്സ് വളർത്താൻ പേടിയാണ്, വളർത്തുമ്പോൾ ശരിയാവാറില്ല എന്നാണ്. അപ്പം ഓവർ കെയറിങ് ആണ് എപ്പോഴും പ്രശ്നം. ഓവർ കെയറിങ് വേണ്ട. നമുക്കിപ്പോൾ 1 വീക്ക് നമ്മൾ വെള്ളം ഒഴിക്കാതെ വെച്ചിട്ട് ഒരു പ്രശ്നമില്ല.
അപ്പോൾ പ്ലാന്റിന് ഡ്രൈനെസ് ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ഡെയിലി വെള്ളം ഒഴിച്ചാൽ മതി. ഇല്ലെങ്കിൽ മഴക്കാലമൊക്കെ ആണെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം മാത്രം മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഈ കെമിക്കൽ ഫെർട്ടിലൈസർ തന്നെ ഞാൻ ഒഴിക്കാൻ പോവാണ് കേട്ടോ. കാരണം ഇന്നിപ്പോൾ നല്ല മഴയുണ്ട്, ഒരു മൂടിക്കിടക്കുവാണ് അന്തരീക്ഷം. അതുകൊണ്ട് ഞാൻ ഈ ചാണകത്തിൻ്റെ തെളി ഉപയോഗിക്കുന്നില്ല. ഇതിപ്പോൾ ചാണകം കലക്കി വെച്ചിട്ടുള്ള തെളി ഒരു കുപ്പിയിലോട്ട് മാറ്റി വെച്ചതാണ്. ഈ തെളി ഇപ്പോൾ ഇത്രയും നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ തന്നെ ബോട്ടിൽ 4 ബോട്ടിൽ ചേർക്കാം. വെള്ളം ചേർത്ത് വേണം ഉപയോഗിക്കാൻ. അപ്പം ഏത് വളം ഉപയോഗിച്ചാലും അത് രാവിലെ ഉപയോഗിക്കുക, 10 മണിക്ക് മുമ്പായിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഞാൻ ഒരു 1/2 ലിറ്ററാണ് വെള്ളം എടുത്തിരിക്കുന്നത്. നമ്മൾ കുറച്ച് പ്ലാന്റല്ലേ ഉള്ളൂ, 5 പ്ലാന്റിനാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ചേ എടുക്കുന്നുള്ളൂ. അതിനകത്തോട്ട് ഫസ്റ്റ് തന്നെ നമുക്ക് ഈ വെറ്റിംഗ് ഏജൻറ്റ് ആഡ് ചെയ്യാം. വെറ്റിംഗ് ഏജൻറ്റ് ആഡ് ചെയ്യുമ്പോൾ ഉള്ള ഗുണങ്ങൾ ഞാൻ വെറ്റിംഗ് ഏജൻറ്റിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെറ്റിംഗ് ഏജൻറ്റ് ഒഴിച്ച് കഴിഞ്ഞാൽ ലീഫിലോ അല്ലെങ്കിൽ റൂട്ടിലൊക്കെ പോട്ടി മിക്സിലൊക്കെ പറ്റിയിരിക്കും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ കുറച്ച് വെറ്റിംഗ് ഏജൻറ്റ് എടുത്തതിന് ശേഷം ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. അത് 2 ml മാത്രമേ നമ്മൾ വെറ്റിംഗ് ഏജൻറ്റ് യൂസ് ചെയ്യാവുള്ളൂ. അതിൽ കൂടിക്കഴിഞ്ഞാൽ കേടാണ് പ്ലാന്റ്സിന്. പിന്നെ വരുന്നത് 30-10-10, അത് ഏത് കമ്പനിയുടെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഒരു ഗ്രീൻ കളറാണ് സാധാരണയായിട്ട് നമുക്ക് വരുന്ന 30-10-10 എന്നുള്ള പൗഡർ. ഇപ്പോൾ 5 ഗ്രാം എത്രയാണെന്ന് എല്ലാവർക്കും ഭയങ്കര കൺഫ്യൂഷനാണ്. ഈ ഒരു സ്പൂൺ കണ്ടോ, ഇത് അല്ലെങ്കിൽ ഒരു ഐസ്ക്രീം സ്പൂൺ, ഈ ഒരു സ്പൂണ് ഇതുപോലെ നെകക്കെ നമുക്ക് എടുക്കാമെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഒരു 5 ഗ്രാം, കറക്റ്റ് 5 ഗ്രാമാണ്. ഇത് 1 ലിറ്ററിലേക്ക് നമുക്ക് യൂസ് ചെയ്യാം. നമുക്കിപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല, നമുക്ക് 1/2 ലിറ്റർ അല്ലേ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ പകുതി മതിയാവും. അപ്പോൾ ഏകദേശം ഒരു 1/2 സ്പൂൺ എടുക്കാം. ഓക്കെ, എപ്പോഴും വളങ്ങളൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ഇത്തിരി കുറഞ്ഞാലും കുഴപ്പമില്ല, കൂടിപ്പോകരുത്. ഞാൻ ഇത്രയും എടുക്കുന്നുള്ളേ. നമുക്കിതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ബോട്ടിൽ നന്നായിട്ട് ഷേക്ക് ചെയ്തെടുക്കണം. ആ ചെറിയ ഒരു ക്രിസ്റ്റൽ പോലെയല്ലേ ഇത് കിടക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ഡിസോൾവ് ആവണം ഇതിനകത്ത് കിടന്ന്. അപ്പോൾ അത് നന്നായിട്ട് മിക്സായി. ഇനി നമുക്ക് പ്ലാന്റ്സിൽ അടിച്ചു കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ നല്ലൊരു ഗ്രോത്ത് കിട്ടാനുള്ള വളമാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത്. ഇപ്പോൾ ഈ ഒരു വളം നമ്മൾ ആഴ്ചയിൽ, അതായത് 5 ദിവസത്തിൽ ഒരു ദിവസം നമുക്ക് കൊടുക്കാം. ഇപ്പോൾ പ്ലാന്റ് ചെറിയ സൈസ് ആയതുകൊണ്ടാണ് ഇത് കൊടുക്കുന്നത്. ഈ പ്ലാന്റ് ഒന്ന് റൂട്ട് പിടിച്ച് പ്ലാന്റ് ഒന്ന് സെറ്റ് ആവാന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലുമൊക്കെ വളങ്ങളോട് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാവേ. നമ്മൾ അന്ന് വെച്ച അതേ ട്രെയിൽ അതേപോലെ തന്നെ ഇരിക്കുവാണ് കേട്ടോ. അപ്പോൾ പ്ലാന്റിൽ നമുക്കിത് ഇതുപോലെ അടിച്ചു കൊടുക്കാം. ആ പോട്ടി മിക്സ് നന്നായിട്ട് നനയണേ. രാവിലെ നമ്മൾ വെള്ളം ഒഴിച്ച പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് പ്ലാന്റിൽ ഫുള്ളായിട്ട് നമുക്കിങ്ങനെ അടിച്ചു കൊടുക്കാം. ഒഴിക്കണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ സ്പ്രേ ചെയ്യുമ്പോൾ നമുക്ക് അധികം വളം നഷ്ടം ഉണ്ടാകത്തില്ല. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ലീഫിൻ്റെ അടിയിൽ വീഴത്തക്ക രീതിയിൽ, റൂട്ടിൽ വീഴത്തക്ക രീതിയിൽ വേണം ചെയ്യാനായിട്ട്. ഓക്കെ, ഫുള്ളൊന്ന് അടിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇത്രയും വേണ്ട കണ്ടോ. ഈ ഒരു 5 പ്ലാന്റിന് തന്നെ ഇത്രയും 1/2 ലിറ്റർ പോലും ആവശ്യം വരുന്നില്ല. അപ്പോൾ നമ്മളുടെ ഈ ഫെനലോപ്സിസിൻ്റെ ഈ സെക്കൻഡ് എപ്പിസോഡിൽ നമ്മളിപ്പോൾ യൂസ് ചെയ്ത ഈ ഒരു ഫെർട്ടിലൈസർ നിങ്ങൾക്കെല്ലാം ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങൾ യൂസ് ചെയ്യുന്നത് തന്നെ ആയിരിക്കും. അപ്പം ആദ്യമായിട്ട് വളർത്തുന്നവർക്കൊക്കെ ആണെങ്കിൽ ഈ ഒരു ഫെർട്ടിലൈസർ നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത് ഉപയോഗിക്കാൻ താല്പര്യമില്ലെങ്കിൽ നമ്മുടെ ചാണകത്തിൻ്റെ തെളി യൂസ് ചെയ്യുക. അപ്പം ഇനി നമുക്ക് 5 ദിവസം കഴിഞ്ഞിട്ട് മറ്റൊരു ഫെർട്ടിലൈസർ നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ ചിലപ്പം ഈ ഒരു എപ്പിസോഡ് നമുക്ക് കഴിഞ്ഞ എപ്പിസോഡിൽ അല്ലെങ്കിൽ വീഡിയോസിലൊക്കെ ഫെനലോപ്സിനെ കൊടുത്തിട്ടുള്ള ഫെർട്ടിലൈസേഴ്സിൻ്റെ ഉണ്ട്. അപ്പോൾ ആ വീഡിയോസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിന് ആഡ് ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾ വീഡിയോത്തിൽ കൊടുക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ കൊടുക്കാവുന്നതാണ്. നമുക്ക് ഒരു 5 days കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത ഒരു എപ്പിസോഡിൽ കാണാം. അപ്പം ഇഷ്ടമായെന്നും യൂസ്ഫുൾ ആയെന്നും കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കമൻറ്റ് ചെയ്യണം. കമൻറ്റ് ചെയ്തെങ്കിൽ എനിക്ക് നല്ല നല്ല കണ്ടൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.